നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോടെ ഒരുപാട് മാറ്റങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായത്. അത് അമേരിക്കയെ മാത്രമല്ല ലോകരാജ്യങ്ങളെ മുഴുവൻ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം തിരിവ് ചുമത്തുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അനധികൃതമായിട്ട് കുടിയേറുന്നവരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ട്രംപ് കർശനമായിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗാസയുടെ പുനരധിവാസം എന്ന് പറയുന്നത്. അപ്പൊ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരുപാട് നാളുകളായി വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒരുപാട് അവിടുത്തെ ആളുകൾക്കാണെങ്കിലും വളരെയധികം ദുരിതങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലാൻ ആക്കി മാറ്റാനാണ് ട്രംപിന് ഗാസയിലുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ പല രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ ലോക യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ രാജ്യങ്ങളിലും സമാധാനം കൊണ്ടുവരുമെന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഈ സമാധാനം കൊണ്ടുവരിക എന്നതിലപ്പുറം അമേരിക്കയുടെ വിസ്തൃതിനെ കൂടുതലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം കണ്ടത്. അതിന്റെ ആദ്യത്തെ പടിയായിരുന്നു കാനഡയെ അദ്ദേഹം സ്വന്തമാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെക്സിക്കോനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നു. പിന്നെ ഇപ്പോൾ യുക്രൈന്റെ 50% അദ്ദേഹം നേടിയെടുത്തു. ഇനി ഗാസയും കൂടെ ഏറ്റെടുത്താൽ അത് അദ്ദേഹത്തിന്റെ അമേരിക്ക എന്ന രാജ്യത്തെ വീണ്ടും വികസിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ യുദ്ധത്തിന്റെ പല ആഫ്റ്റർ എഫക്റ്റും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗാസ എന്ന് പറയുന്ന സ്ഥലം നിലനിൽക്കുന്നത്. ഗാസയിലുള്ള ആളുകൾ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ അവരുടെ ജീവിക്കാൻ ഒരു വഴിയില്ലാതിരിക്കുകയാണ്. അവരും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെയാണ് താമസിക്കുന്നത് പോലും. ഒരു പുനരധിവസിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ട്രംപ് വീണ്ടും അവർക്കെതിരെ വീണ്ടും ഇങ്ങനെ അടിച്ചമർത്തൽ നേരിടുമ്പോഴത്തേക്കിനും അവിടുത്തെ ആളുകൾക്കാണെങ്കിൽ പോലും അവര് മറ്റ് അറബ് കൺട്രീസ് ഒക്കെ അവരെ ഏറ്റെടുക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അറബ് കൺട്രീസ് എല്ലാം ആ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത്. അതെ, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഗാസയിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവർക്ക് നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ കേരളത്തിലുള്ളവർ പോയി തമിഴ്നാട്ടിൽ പോയി അധിവസിച്ചു കേരളം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് ജനിച്ചതും വളരുന്നതും ഈ കേരളത്തിലാണ്. അതുപോലെ തന്നെ ഗാസയിലുള്ള ജനങ്ങൾക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു മൗലിക അവകാശമാണ് അവർ ജനിച്ച സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളത്. അപ്പം ഇപ്പോൾ യുദ്ധഭീഷണി നിലനിൽക്കുന്ന സമയത്തും അവർ ആ യുദ്ധം മുഴുവൻ അനുഭവിച്ച് അവിടെ കിടന്നത് അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള ഒരു വാശി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അവകാശം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അവരെ ഗാസയിൽ താമസിച്ചത്. അത്രയും വലിയ യുദ്ധം നടക്കുമ്പോഴും ഇനി അമേരിക്ക ഈ ഒരു ഗാസനെ ഏറ്റെടുക്കുമ്പോൾ ഗാസയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് യുദ്ധങ്ങളുടെ മറവിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും അമേരിക്ക കണ്ണടയ്ക്കും. അതായത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകള് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇസ്രായേൽ ഇപ്പൊ യുദ്ധം നടത്തുന്നതിൽ തന്നെ വലിയൊരു ഭാഗം അമേരിക്കയുടെ സഹായം കൊണ്ടാണ്. ഇപ്പം ആയുധങ്ങളാണെങ്കിലും ഒരുപാട് ട്രംപ് ഭരണകൂടം, ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് നൽകിയിട്ടുമുണ്ട്. അപ്പം യുദ്ധത്തിന്റെ കെടുതികളിൽ ഭൂരിഭാഗം വരുന്നതും അമേരിക്കയുടെ വീഴ്ച തന്നെയാണെന്ന് പറയാം. അതെ, മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും മറച്ചു വെക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ, ആ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതേ സമയത്ത് ഗാസനെ ഏറ്റെടുത്ത് ഗാസനെ ഇല്ലാതാക്കാനും അവിടുത്തെ ജനങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിടാനുമുള്ള ഒരു സൗഹൃദപരമായ നീക്കം എന്ന് പറയാം. കാരണം നമ്മള് നോക്കി കാണുകയാണെങ്കിൽ ട്രംപ് ഏറ്റെടുക്കുന്നു, അവർക്ക് നല്ലത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന വളരെ ഭയങ്കര വിനയത്തോടെ പറയുന്ന ഒരു നായകനാണ് ട്രംപ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം അധികാരത്തിലേറിയ ഉടനെ തന്നെ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം വീണ്ടും യുദ്ധത്തിലേക്കുള്ള വഴിയാണ് തെളിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം എന്നിട്ട് ഗാസേനെ അവർ ആക്രമിക്കുക എന്നതിലപ്പുറം ആക്രമിച്ച ഗാസേനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഗാസയ്ക്ക് ഏറ്റെടുത്തതിനു ശേഷം അവിടെ റിയൽ എസ്റ്റേറ്റ് പരിപാടി സെറ്റപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു രാജ്യത്തിന് പേര് തന്നെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ പദ്ധതി വിജയം കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇപ്പം പുതിയതായിട്ട് എടുത്തേക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് രൂപീകരിച്ച ഒരു 33 സെക്കൻഡുള്ള വീഡിയോയിലാണ് ഈ കാര്യങ്ങളല്ല, അതായത് അവിടുത്തെ ഒരുപാട് കെട്ടിടങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ അടക്കം ചർച്ചാ വിഷയമാകുന്നത് ആ ഒരു അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം ഇത്രയും യുദ്ധക്കെടുതിയിൽ കഴിയുന്ന ഒരു നഗരത്തെ ഇത്രയും വീണ്ടും ട്രംപ് വീണ്ടും അത് കൈയടക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര എതിർപ്പുകൾ ഉള്ള സമയത്തും ട്രംപിന്റെ നിലപാടിന് ഒരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം അത് ഫുള്ളായി പ്ലാൻ ചെയ്തു എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 33 അടിയുള്ള ട്രംപിന്റെ ഒരു പ്രതിമ, അത് തന്നെ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല വലിയ വലിയ കെട്ടിടങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ അവസ്ഥയിൽ തകർന്നിരിക്കുന്ന ഗാസയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള വളർച്ചയിൽ എത്തിക്കും എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ആ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പൊ വൈറലാവുന്നത്. യഥാർത്ഥത്തിൽ അത് ചെയ്യുമോ എന്ന് തന്നെ ഉറപ്പില്ല. അതിനകത്ത് കാണിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളോ അല്ലെങ്കിൽ പല ഡെവലപ്മെന്റ്സോ ഒന്നും തന്നെ ഗാസയിൽ നിർമ്മിക്കാൻ സാധിക്കില്ല ഇപ്പൊ. കാരണം അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ട്രംപിന്റെ ഈ 5 വർഷം സാധിക്കില്ല. കാരണം
അത്രയും വലിയൊരു യുദ്ധഭീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് പിച്ച് ചീന്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഗാസ കിടക്കുന്നത്. ഗാസയിലെ മണ്ണൊന്ന് തോണ്ടി മാറ്റി കഴിഞ്ഞാൽ, നമ്മളൊന്ന് കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രനേഡുകളോ സ്ഫോടക വസ്തുക്കളോ അങ്ങനെയുള്ള പലതും കാണാൻ സാധിക്കും. അപ്പോൾ പുനരധിവാസം എന്നതിലപ്പുറം അവിടെ ഒന്നും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒരു തീപ്പൊരി മതിയായിരിക്കും ചിലപ്പോൾ എല്ലാം കൂടെ കത്തിത്തീരാൻ. കാരണം അത്ര വലിയ സ്ഫോടക വസ്തുക്കള് പല സ്ഥലങ്ങളിലും, ചിലപ്പോൾ ആളുകളുടെ വീടുകളിൽ വരെ, മാത്രമല്ല കത്തി എരിഞ്ഞ് തീരാത്ത പല സ്ഫോടക വസ്തുക്കളായിരിക്കാം ഗാസയുടെ ഓരോ പ്രദേശങ്ങളിലും ഉള്ളത്. അതിനെ റീകളക്ട് ചെയ്ത് അതിനെ നിർജീവമാക്കിയാൽ മാത്രമേ അവിടെ പല ഡെവലപ്മെന്റ്സ് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രകൃതിയുടെ കാലാവസ്ഥ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മളൊരു ചെറിയൊരു പേപ്പർ കൊണ്ട് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതുവരെ കത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല ഗാസയിൽ മുമ്പ് നമ്മൾ സംസാരിച്ച ഒരു വിഷയമായിരുന്നു ഗാസയിലെ കുട്ടികള് ചൂട് കാരണം മരിച്ചുപോയി എന്നുള്ള ന്യൂസ്, അതിശൈത്യം മൂലം മരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പല കാലാവസ്ഥാപരമായിട്ടും അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇത്തരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതിനെയെല്ലാം റീകളക്ട് ചെയ്ത് അതിനെയെല്ലാം നശിപ്പിച്ചിട്ട് വേണം അവിടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ വലിയ ആയുധങ്ങളും തീ കൊണ്ടും മറ്റേ ഇരുമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കല്ലുകൾ പൊടിഞ്ഞിട്ടുണ്ട്, അതിനെയൊക്കെ മറ്റേ മെഷീൻസ് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് മാറ്റി വേർതിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഈ കരിമരുന്നുകള്, അതുപോലെ ഗ്രനേഡുകള്, തോക്കിന്റെ പാർട്സുകള്, അങ്ങനെ പലതും ഇപ്പോഴും ഗാസയിലെ അവശിഷ്ടങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. മനുഷ്യന്റെ ശരീരം വരെ അതിനകത്തുള്ള അവശിഷ്ടങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതെ, ഒരുപാട് ആ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളിലൊക്കെ ഒരുപാട് പേരുടെ മൃതദേഹങ്ങളും ഉണ്ട്, കണ്ടെത്താൻ സാധിക്കും. അതിനെ ഒന്നും കളക്ട് ചെയ്യാതെ അവരുടെ ശരീരത്തിന് മേലാണ് ഇതുപോലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഇവരെ വീണ്ടും ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ട് ആ പ്രദേശത്തെ വീണ്ടും വീണ്ടെടുക്കാനാണ് ശരിക്കും ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ പോലും അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അവർ വീണ്ടും അവരുടെ രാജ്യം വളർത്താൻ വേണ്ടിയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ യുദ്ധങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ട്രംപിന്റെ ഇതെന്ന് പറയുന്നത് അമേരിക്ക കൂടുതൽ വികസിപ്പിക്കണം, അമേരിക്ക എപ്പോഴും മറ്റു രാജ്യങ്ങളെക്കാൾ മുന്നിൽ നിൽക്കണം, അമേരിക്കയെ ഭയക്കണം, അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് ട്രംപ് പിന്നെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെതിരെയായിട്ട് ഇപ്പൊ പല മുസ്ലിം രാജ്യങ്ങളും, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇറാൻ അടക്കം ഇപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധഭീഷണിയുമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ പോലും അമേരിക്ക ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇനി ഇല്ല. അവിടെ ഇനി അവരുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ ജന്മസ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശം ഗാസയിലെ നിവാസികൾക്കുണ്ടെന്ന് ഒരിക്കലും ട്രംപ് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അദ്ദേഹം ഗാസയെ എങ്ങനെയെങ്കിലും പിടിച്ചടക്കണമെന്നും അതുപോലെ തന്നെ ഗാസയിൽ സ്വന്തമായിട്ട് ഒരു സ്ഥലം കെട്ടിപ്പണിയണമെന്നുള്ള ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും എലോൺ മസ്കിന്റെ, അതായത് ട്രംപിന്റെ ഉപദേഷ്ടാവനായ എലോൺ മസ്കും അദ്ദേഹവും കൂടെ നിൽക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെ ഉപദേശപ്രകാരമാണ് ട്രംപ് ഓരോ കാര്യങ്ങളും സ്വീകരിക്കുന്നത്. പക്ഷെ ഒരു പരിധി ഇപ്പൊ അമേരിക്കക്ക് ദോഷമായിട്ടൊരു കാര്യം വന്നാൽ ട്രംപ് ഒരിക്കലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ട്രംപ് എപ്പോഴും അമേരിക്കയുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ സൗഹൃദം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും. കാരണം ഗാസയെ നശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ ലക്ഷ്യമായിരുന്നു. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അപ്പോൾ ഇസ്രായേൽ എത്തിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇസ്രായേൽ എത്തും. എന്നാൽ പോലും അമേരിക്ക ഇനി ഗാസയെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഗാസ അമേരിക്കയുടെ ഭാഗമാവും. അപ്പോൾ ഗാസയിലെ നിവാസികൾക്ക് വീണ്ടും നല്ലൊരു അവസരമോ അല്ലെങ്കിൽ ഗാസ പുനരധിവാസത്തില് ഗാസയിലെ ജനങ്ങൾക്ക് വീണ്ടും മറ്റു രാജ്യങ്ങളിലോ ഇല്ലെങ്കിൽ ഗാസയിൽ തന്നെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇസ്രായേലിന് വീണ്ടും കല്ലടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ട്രംപും നെതന്യാഹുവും തമ്മിൽ നല്ല സൗഹൃദമാണ്, പക്ഷെ അത് ഒരിക്കലും നിലനിൽക്കണമെന്നില്ല. ഇനിയിപ്പം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കാം. അതെ, തീർച്ചയായിട്ടും. അമേരിക്ക ഗാസനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഗാസയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസ്രായേൽ അമേരിക്കക്കെതിരെ തിരിയും. കാരണം ഇപ്പോഴുള്ള പല കാര്യങ്ങളിലും ഗാസ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ഗാസയ്ക്ക് വേണ്ട പല നിർദ്ദേശങ്ങളും നൽകുന്നത് മറ്റു രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ഇനി മുമ്പോട്ട് പോകുന്നത് എത്തരത്തിലാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഗാസേനെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കില്ല. അതായത് അതിന് പല രീതിയിലുള്ള വിമർശനങ്ങൾ. ഇപ്പൊ ആ വീഡിയോ 33 സെക്കൻഡുള്ള വീഡിയോ പുറത്ത് വന്നതോടെ തന്നെ ഒരുപാട് വിമർശനങ്ങളാണ് ഉയരുന്നത് ട്രംപിനെതിരെ. അപ്പൊ അതെങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്കിനി
തീർച്ചയായിട്ടും അത് മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതൊരിക്കലും നടക്കാതിരിക്കട്ടെ. ഗാസയിലെ നടക്കാതിരിക്കട്ടെ, നിവാസികൾക്ക് അവർക്ക് ഗാസയിൽ അവരുടേതായ ജീവിക്കാനും അവകാശം സ്വാതന്ത്ര്യമുണ്ട്. അത് കൊടുക്കാൻ ഭരണാധികാരികൾ അവരുടെ തയ്യാറാകണം. അവകാശങ്ങൾ അവര് മുൻപോട്ട് കൊണ്ടുപോട്ടെ. അവരുടെ അവകാശങ്ങൾ ആർക്കും ഔദാര്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ. അത് അവരുടെ അവകാശമാണ്. അത് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.